അങ്ങനെ തന്നെ നമ്മുടെ ഇക്കാട ടെർബോ കണ്ടിട്ട് വന്നായിരുന്നു. ഇക്കാട ടെർബോ കണ്ടോണ്ടിരുന്നപ്പം അതിനകത്ത് ഒരു കാർ ചേസിംഗ് സീൻ ഞാൻ ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പോ ഒരു ഗംഭീര കാർ ചേസിംഗ് എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നു, ലിയോ പോലത്തെ ഒരു വലിയ സിനിമയിൽ ഒരു കാർ ചേസിംഗ് സീൻ വരുന്നുണ്ട്. അത് ഒരു VFX ചേസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ ചെന്നൈ നഗരത്തിനകത്ത് ഇറങ്ങി മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇറങ്ങി ഒരു ഗംഭീര കാർ ചേസിംഗ് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മറ്റേ ഡ്രോൺ ഷോട്ടും എഡിറ്റിംഗും മ്യൂസിക്കും എല്ലാവരും ഗംഭീര ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം കിടിലായിട്ട് അത് ചെന്നൈ സിറ്റിക്കകത്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഫൈറ്റ് ഒരു 3-4 ഫൈറ്റ് വരുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഈ ഗണ്ണൊക്കെ അങ്ങനെ കറക്കി തിരിച്ചൊക്കെ പിടിക്കും, മറ്റേ വലിയ ഡബിൾ ബാരലൊക്കെ ഇങ്ങനെ കറക്കി തിരിച്ചൊക്കെ പിടിക്കുന്ന ടെക്നിക്കലി ഭയങ്കര സംഭവമാണ്. അതിനകത്ത് ഫൈറ്റ് മാസ്റ്ററും ക്യാമറാമാനും എഡിറ്ററും മാമൂക്കയൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും ഫൈറ്റില്. പിന്നെ ഫസ്റ്റിലെ ഒരു ഉത്സവ പറമ്പിലെ ഫൈറ്റ്, ഒരു മാസ് ഫൈറ്റ് 2-3 നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഈ ഏജിനും ആ ഫൈറ്റിനോടൊക്കെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം റെസ്പോൺസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ മനസ്സിലാവും. ചിലരൊക്കെ ഡൂപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ VFX ആ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് എന്താണോ പറ്റുന്നത് ആ രീതി നല്ല രീതിയിൽ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കവറപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാൻ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആക്ടിങ് കുറെ നാളായിട്ട് അദ്ദേഹം മമ്മൂട്ടി കമ്പനി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ സിനിമകൾ എടുത്തുകൊണ്ടിരുന്നിട്ട് അതിൽ നിന്നൊക്കെ മാറി ഒരു ഹൈ വോൾട്ടേജ് മാസ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ രീതിയിലേക്ക് വന്നതും അതേപോലെ തന്നെ പ്രൊഡക്ഷനിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ വളരെ ലാവിഷ് ആയിട്ട് കാശ് മുടക്കുകയും മമ്മൂട്ടി കമ്പനി നടത്തിയ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറെ നാൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ ഒരു മാസ്, എനിക്ക് തോന്നുന്ന ഒരു പടം, ഒരു ആക്ഷൻ പാക്ക് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ കാണാൻ പറ്റിയത്. ഭയങ്കര ഗംഭീര സ്ക്രിപ്റ്റ് ഒന്നും അല്ല, പക്ഷെ നല്ല രീതിക്ക് ഞാൻ പറഞ്ഞല്ലോ മേക്കിംഗ് നന്നായിട്ട് വൈശാഖ് പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു നല്ല രീതിയിലുള്ള എഫേർട്ട് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മമ്മൂക്ക ഇതിനകത്ത് കുറെ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും. പിന്നെ ബിന്ദു പണിക്കർ നമ്മുടെ മമ്മൂക്കയുടെ മദറായിട്ട് വരുന്നുണ്ട്. അവര് അവിടെ കുറെ തങ്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. പിന്നെ അഞ്ജന ജയപ്രകാശ് നായികയായിട്ട് വരുന്നു. ശരിക്കും അഞ്ജന ജയപ്രകാശ് മമ്മൂക്കയുടെ നായികയൊന്നുമല്ല, ശബരീഷിന്റെ നായികയാണ്. അവരുമായിട്ടുള്ള ആ വില്ലനെ വെറുതെ ഇങ്ങനെ കൊണ്ടുവരികയല്ല, അതിന് വേണ്ടി ഒരു സംഭവം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സ്കാം ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്കാമിൽ കൂടെ എങ്ങനെ നായകനും വില്ലനും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമയുടെ ഇതിവൃത്തം. രാജ് പി ഷെഡ്ഡിയാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പടത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. പിന്നെ വില്ലനായി കഴിഞ്ഞാൽ കുറെ ക്രൂരതകൾ വേണം. ആ ക്രൂരതകൾ അദ്ദേഹം പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്രൂരതകൾ കണ്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ അതിന്റെ കൂടെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇത് ഒരു സീനിലെ വില്ലന്മാരും മറ്റോ ഈ കുറെ M16 M40 പോലത്തെ ഹൈലി ഡേഞ്ചർ ആയിട്ടുള്ള മെഷീൻ ഗൺ പോലത്തെ ഗണ്ണുകളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് നടക്കുന്നത് ചെന്നൈയിലാണെന്ന് നിങ്ങൾ ഓർക്കും. അവിടെ കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കാവൽ നിൽക്കുന്ന വില്ലന്മാര്. പക്ഷെ പറയുന്ന ഗണ്ണെന്ന് വെച്ച് ആരെയും അവർ വെടിവെക്കുന്നില്ല എന്നുള്ളതൊരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറെ ക്ലീശ സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണാം. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാപ്പൊന്നുമില്ല, അവിടെ മാപ്പ് വാസിക്കുന്നില്ല. അവരെ സ്പോട്ടിൽ സ്ത്രീകളെയൊക്കെ അങ്ങ് കൊന്നു കളയുന്ന വളരെ ക്രൂരനായ വില്ലൻ. പിന്നെ മറ്റേ റോൾസ് റോയ്സിലൊക്കെ വരുന്നു, ഹെലികോപ്റ്ററിൽ വരുന്നു. മന്ത്രിസഭകളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കൊടൂരമായ വില്ലനെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ആ കുറെ പാട്ടുകൾ നമ്മൾ സ്ഥിരം കാണുന്ന കുറെ ക്ലീശ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സംഭവം. മറ്റേ സുനിൽ വരുന്നുണ്ട്, മറ്റേ ജയിലറിലെ സിനിമ നടൻ പുഷ്പയിലെ വില്ലൻ, അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് വരുന്നു. ഒരു കോമഡി പോലത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഒരിടത്തും വെറുപ്പിക്കുന്നില്ല കേട്ടോ. അദ്ദേഹം ഇത്രയും വലിയ ആക്ടറായിട്ട് ഈ പടത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കോമഡി ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിക്കൂല എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ അദ്ദേഹം ഒരിടത്ത് പോലും വെറുപ്പിക്കാതെ ആ കിട്ടിയ ക്യാരക്ടർ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ള ഒരു സിനിമയാണ്. ഫാൻസ് അല്ല, ഒരു കുടുംബ പ്രേക്ഷകർക്ക് പോയി ഫുൾ ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് തിയേറ്ററിൽ പോയി എല്ലാം മറന്ന് ഒരു ആക്ഷൻ മാസ് മസാല സിനിമ കാണാൻ പറ്റിയ ഒരു പക്ക മമ്മൂക്ക സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എന്തുകൊണ്ടും ഇതിന്റെ ടെക്നിക്കലി ഉള്ള സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും എന്തുകൊണ്ടും ഗംഭീരമായി തിയേറ്ററിൽ പോയി ആഘോഷപൂർവ്വം കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് ടെർബോ, മമ്മൂക്കയുടെ ടെർബോ.